നമസ്കാരം ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ കാവാലം ബ്ലോഗ്സിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു വളരെ എളുപ്പത്തിൽ എങ്ങനെ പുഴയിൽ നിന്ന് ആറുകളിൽ നിന്നും എല്ലാം മീനെ പിടിക്കാം എന്നുള്ളതാണ്. നമ്മൾ സാധാരണ രീതിയിലല്ല, കുറച്ച് വ്യത്യസ്തമായിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ? വരും. ആദ്യമായി നമുക്ക് വേണ്ടത് ഒരു ചെരുവമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലുള്ള ചെരുവം മതി. നമ്മളിപ്പോൾ ഒരു അലൂമിനിയം ചെരുവമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു വെള്ള തുണി കൊണ്ട് ഇതിനെ വാ മൂടി കെട്ടുക. വാ മൂടി കെട്ടുമ്പോൾ നല്ല ഇറുക്കത്തിൽ കെട്ടേണ്ടതാണ്. നന്നായി വലിച്ചു മുറുക്കി കെട്ടുക. അതിനുശേഷം ഇതിൻ്റെ മധ്യഭാഗത്ത് ഏകദേശം നടുക്കായിട്ട് ചെറിയൊരു ദ്വാരം ഇടുക. നമ്മൾ ഈ ദ്വാരം ഉണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ അകംഭാഗത്തും പുറത്തും കുറച്ച് മൈദ തേക്കണം. എന്നിട്ട് നമ്മളിത് വെള്ളത്തിനടിയിൽ കൊണ്ടുപോയി വെക്കേണ്ടതാണ്. നമുക്കൊന്ന് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന്, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കാം. മൈദ നമ്മൾ തേക്കുവാണ്. കൂട്ടുകാരനുണ്ട്, അവൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവൻ്റെ പേര് മുത്തെന്നാണ്, ഹരികൃഷ്ണൻ എന്നാണ്. ഞങ്ങൾ മുത്തേന്ന് വിളിക്കും. ശരീരം കണ്ടാൽ ഇത്തിരി വലുതാണ്.
ടൈമായി അല്ലേ? വള്ളത്തിലെ ടൈമായി. അപ്പോൾ വള്ളത്തിൽ മാത്രമേ ഉള്ളൂ? നീ പറഞ്ഞില്ലേ? I'm a broken home. I gave you all the bricks that I own and know. I'm letting go. I'm breaking these walls down, breaking these walls down. If you want adventure, then fly to home. But if you wanna travel, then go alone. Yeah, what's the point in us if I never know? Yeah, if you're gonna leave, I'ma let you go. തുടങ്ങിയത് ഒരു 2 മണി സമയത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് താരതമ്യേന കുറച്ച് മീനെ കിട്ടിയുള്ളൂ. എന്നാലും ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഏകദേശം ഇത്രത്തോളം മീനെ കിട്ടി. ഒരു 1/2 കിലോയോളം മീനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നീന്തൽ അറിയാത്തവരും പിന്നെ ആഴം കൂടുതലുള്ള സ്ഥലങ്ങളിലും ഇതൊരിക്കലും ചെയ്യരുത്. കാരണം അത് അപകടം ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. ഏതായാലും ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം. ഓക്കെ.